ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഭയങ്കര മത്സരം എന്ന് പറഞ്ഞാൽ വാശിയേറി ഭയങ്കര മത്സരം, അടിയല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മിന്നൽ പോലെയാണ് അനീഷൊക്കെ പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നത്. ഈ മത്സരം എങ്ങനെയാണെന്ന് വെച്ചാൽ കൺവെയർ ബെൽറ്റിലൂടെ ഒരുപാട് ടോയ്സിൻ്റെ പാർട്സുകൾ വരും. ഈ പാർട്സുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് കൂടുതൽ ശേഖരിച്ചുകൊണ്ട് ഇത് അസംബിൾ ചെയ്യണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ആരാണോ അസംബിൾ ചെയ്ത് കൊടുക്കുന്നത് അവർക്കാണ് ഈ ഫൈനൽ ബർത്തിലേക്കുള്ള ഒരു ഹെൽപ്പ് കൂടിയാണിത്. ശരിക്കും ഫൈനൽ 5ൻ്റെ ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണ് കിട്ടുന്നത് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ശരിക്കും വരാനായിട്ട്. അങ്ങനെ വരിയായി നിന്ന് കൺവെയർ ബെൽറ്റിൽ സാധനം വരുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ അനുമോളും ഒക്കെ എന്ന് പറഞ്ഞാൽ അടിയല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അക്ബറിന് എന്തൊക്കെയാണെന്ന് പറയാത്ത തെറികളില്ല. കാരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ശേഖരിച്ചിരിക്കുന്നത് നമ്മുടെ അനീഷാണ്. പക്ഷെ അനുമോളിനൊന്നും കിട്ടിയില്ല. കാരണം അനിയുടെ പിറകിലുണ്ടായിരുന്നത് അക്ബറാണ്. അക്ബർ ഈ വലിയ നീളമുള്ള മനുഷ്യനല്ലേ, ഈ അനുമോളാണെങ്കിൽ ചെറുതുമാണ്. ഇത് കുനിഞ്ഞുകൊണ്ട് അവളെ മേലൂടെ എടുത്തിട്ട് ഇല്ലാത്തപ്പോൾ അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അത് കാണേണ്ട രംഗം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഗിർഗിർ കുശുംബി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുശുംബി ലോകത്തിലുണ്ടാവില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അനീഷിനെ പറയുന്നു, അക്ബറിനെ പറയുന്നു, മറ്റുള്ളവരെ പറയുന്നു, ആര്യനെ പറയുന്നു. ഒരു സൈഡിൽ നൂറയും ആദിലയും. ഇവർ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവർക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അനീഷ് ചാടി വീണ് ഒരുപാടെണ്ണം കൺവെയർ ബെൽറ്റിൻ്റെ ഉള്ളിലൂടെ നീന്തിയിട്ടാണ് അനീഷൊക്കെ സാധനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് അനീഷിനാണ്. ഫൈനൽ ഡിസിഷൻ ആയില്ല. അതിൻ്റെ 3rd ഘട്ടം ആരംഭിക്കാൻ പോകുന്നു. അതുപോലെ ഇതുപോലുള്ള ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു വയ്ക്കുക. കാരണം ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾ നേരിട്ട് എത്തിക്കും. കാരണം ഇത് രാത്രി 9:30 മണിക്ക് ഏഷ്യാനിലൂടെ മാത്രമല്ല നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. എല്ലാ വിവരങ്ങളും നിങ്ങൾ നേരത്തെ എത്തിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. മറ്റൊരു കാര്യം, ഇതിന്ന് ഒരാൾ എന്തായാലും ഡയറക്റ്റായിട്ട് ഫൈനൽ 5ലേക്ക് എന്തായാലും പോകും. അത് ഈ പോയിന്റുകൾ കണക്കാക്കിയാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും പുറകോട്ട് നിൽക്കില്ല. കാരണം എല്ലാവരും ആഞ്ഞു പിടിക്കും. അതിൻ്റെ തെളിവാണ് നെവിനൊക്കെ നേരത്തെ വന്നിട്ട് അതിൻ്റെ താഴെ ഉറങ്ങുകയാണ്. കൺവെയർ ബെൽറ്റിൻ്റെ താഴെ വന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് ചാടി വീഴുക. പക്ഷേ നമ്മുടെ ഷാനവാസ് ആദ്യം തന്നെ ഇത് ഡയറക്റ്റ് പിടിക്കാമെന്നുള്ള വാശിയിലാണ് നിന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഷാനവാസിനെ മറ്റുള്ള പ്രശ്നങ്ങൾ വേണ്ട വെച്ചിട്ട് ഇനി ആരുടെ മേലെ വീണ് അത് വീണ് ഇത് വീണ്, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് മോഹൻലാൽ വന്ന ആ ലാസ്റ്റ് ഇതിൽ ഷാനവാസിൻ്റെ കുറേ